വിടുതലയ്ക്ക് ശേഷം സൂരി പ്രധാന വേഷത്തിലെത്തുന്ന പുതിയൊരു തമിഴ് ചിത്രമാണ് ഗരുഡൻ. ഒറ്റവാക്കി പറഞ്ഞാൽ കുറച്ച് കാലത്തിന് ശേഷം കാണുന്ന നല്ലൊരു തമിഴ് ചിത്രം എന്ന് തോന്നി. കാരണം കുറച്ചായി, ഈ വർഷം ഒരു നല്ല പടം പോലും ഞാൻ കണ്ടിട്ടില്ല. ദെൻ തമിഴിൽ നിന്ന് ദെൻ കഴിഞ്ഞ വർഷം എടുത്ത ചിത്ത, പാർക്കിംഗ്, ദെൻ വിടുതല പോലുള്ള കുറച്ച് സിനിമകൾ, വിരലെണ്ണാൻ പറ്റുന്ന കുറച്ച് സിനിമകൾ മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ ഈ അടുത്ത് റീസെൻ്റ്ലി കണ്ട കുറച്ച് നല്ല തമിഴ് ചിത്രങ്ങളെന്ന് പറയാം. സോ ആ ഒരു മോഡിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടും സാറ്റിസ്ഫൈ ആവുന്ന നല്ലൊരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ തന്നെയാണ് ഇവർ. ഒരു പക്ക ഡ്രാമയാണ്, ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു റിവെഞ്ച് ഡ്രാമ എന്നൊക്കെ പറയാം. ഒരു 3 പേര് തമ്മിലുള്ള റിലേഷനും അല്ലെങ്കിൽ 3 ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, അവരുടെ ഇടയിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ സ്റ്റോറിയിൽ എനിക്ക് ഭയങ്കര ക്ലീഷേഡാണ്, ഭയങ്കര ടെംപ്ലേറ്റ് ആണ്. കുറേ കാലമായിട്ട് നമ്മൾ കേട്ട് പതിഞ്ഞിട്ടുള്ള കഥ തന്നെയാണെങ്കിലും സ്ക്രീൻ പ്ലേ നല്ല രസമുണ്ട്. ഐ തിങ്ക് ഇതിൻ്റെ കഥ വെട്രിമാരനാണ് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞെടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള സ്ക്രീൻ പ്ലേ നല്ല ഗംഭീരമായിട്ട് തന്നെ, നല്ല പ്രോപ്പറായിട്ട് തന്നെ സ്റ്റേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഭയങ്കര എൻഗേജിങ് ആണ് പടം. 1 മിനിറ്റ് പോലും എനിക്ക് സിനിമയിൽ എവിടെയും ബോറടിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ച ഒരു പ്രോപ്പർ ടെംപ്ലേറ്റ് കൊമേഴ്ഷ്യൽ പടത്തിൽ വരേണ്ട കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു സിനിമയിൽ. പക്ഷേ അതിനൊക്കെ തന്നെ വേറെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ, വെറുപ്പിക്കാതെ നന്നായിട്ട് തുടക്കം മുതൽ അവസാനം വരെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ ഇഷ്ടമായി. ആൻഡ് ഇതിൽ വരുന്ന കുറേ ഇമോഷണൽ ട്രാക്കുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ സീക്വൻസുകളൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ തന്നെ എനിക്ക് പേഴ്സണലി നല്ല കണക്റ്റായി. ഞാനൊന്നും വിചാരിച്ചില്ല അതൊക്കെ ഇങ്ങനൊരു സിനിമയിൽ, ഒരു പക്കാ കൊമേഴ്ഷ്യൽ പടത്തിൽ ഇതൊക്കെ വർക്കാവും എന്നുള്ളത്. കാരണം ലിമിറ്റഡ് സമയത്തിനുള്ളിൽ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡായിട്ട് കുറേ സാധനങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എന്തുകൊണ്ടോ ക്യാരക്ടർ കണക്ഷനും ക്യാരക്ടർ കെമിസ്ട്രിയും നമുക്കറിയാൻ പോവും. ഇത് അടുത്ത സീക്വൻസുകളായിരിക്കും. അല്ലെങ്കിൽ തുടക്കത്തിലേ നമുക്കറിയാം ആരാണ് വില്ലൻ, ആരാണ് ഹീറോ, എന്തായി തീരും, സിനിമയുടെ അവസാനത്തെ സീൻ എന്താണെന്നൊക്കെ ഫസ്റ്റ് സീനിലേ നമുക്ക് കിട്ടുമെങ്കിലും കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ആൻഡ് ഈ സിനിമയിൽ ഒരു പോർഷൻ എത്തുമ്പോൾ, പ്രത്യേകിച്ച് അവസാന പോർഷനൊക്കെ എത്തുമ്പോൾ ചെറിയൊരു ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ട്. ആൻഡ് ഞാൻ ശരിക്കും ഞെട്ടി. അത് ചെയ്തിരിക്കുന്ന അതിന് കൊറിയോഗ്രഫിക്ക് നല്ല രസമുണ്ട്. കാരണം ഒരു സാധാരണ ഇങ്ങനത്തെ സിനിമകളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു വില്ലേജ് ബേസ്ഡ് കൊമേഴ്ഷ്യൽ പടങ്ങൾ എടുക്കുമ്പോൾ ആക്ഷൻ സീക്വൻസുകൾ വരുമ്പോൾ മാത്രം ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്ത് ഭയങ്കര ഓവറാക്കി കാണിക്കാറുണ്ട്. സ്ലോ മോഷൻ വെച്ച് ഭയങ്കര ഒരു മാസ് ആക്ഷനായിട്ട് പല സിനിമകളിലും കാണിക്കുമെങ്കിലും ഇതിലങ്ങനെയൊന്നുമില്ല. ആർക്കൊരു മാസ് പരിവേഷമൊന്നുമില്ല. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ആക്ഷനും ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് റിയലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആക്ഷൻ സീക്വൻസുകളും നമുക്ക് റിയലായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അതിനെ നല്ലൊരു സ്റ്റൈലിഷ്ഡ് ആയിട്ട് ഈ സ്ലോ മോഷൻ വെച്ചിട്ട് FPS കൂട്ടിയിട്ടുള്ള ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അത് പൊളിയായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ. പക്ഷേ ആക്ഷൻ അല്ല ഈ സിനിമയുടെ എല്ലാം. ഇതൊരു അൾട്രാ വയലൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബ്ലഡ് തേഴ്സ്റ്റി സീക്വൻസുകളൊക്കെ സിനിമയിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഡ്രാമയാണ്. ഡ്രാമ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുന്നതായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇതൊരു പ്രോപ്പർ സൂരി ഷോ ഒന്നുമല്ല. ഇതിൽ എല്ലാവർക്കും തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും സൂരി ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ ആ ഒരു ട്രാക്ക് ചേഞ്ച് ഇതിലും നല്ല എവിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വിടുതലയിൽ വേറൊരു ഷെയ്ഡായിരുന്നു, ഇതിൽ വേറൊരു ഷെയ്ഡിലാണ്. ആൻഡ് ഞാൻ ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു സിനിമയ്ക്ക്. ഒരു സാധാരണ ഒരു പടം എന്ന രീതിയിലാണ് ഞാൻ അപ്രോച്ച് ചെയ്തെങ്കിലും ഇവരുടെ പെർഫോമൻസ് കൊണ്ടും ഈ സ്ക്രീൻ പ്ലേ കൊണ്ടും സിനിമ പിടിച്ചെടുക്കുന്നുണ്ട്. ദെൻ സൂരി മാത്രമല്ല, സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ശശികുമാറും ഉണ്ണി മൂന്നനൊക്കെ തന്നെ അവരുടെ റോള് കിടിലിനായിട്ടും ചെയ്യാൻ അല്ലെങ്കിൽ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും ഒരു ക്യാരക്ടേഴ്സും ഒരു കാസ്റ്റും ഓവറായിട്ട് എനിക്ക് തോന്നിയില്ല, ഓവർ എക്സ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല. ഇതിൽ കുറേ നല്ല ഫീമെയിൽ ലീഡ്സ് ഉണ്ട്. ഇടയ്ക്കൊക്കെ ചില ഇമ്പോർട്ടൻസ് ഒക്കെ അവർക്ക് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിലും പല സമയത്തും അവർ തന്നെയാണ് ഈ ഒരു കഥ ഇങ്ങനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ്. സോ അവർക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ക്രീൻ പ്ലേയിൽ ഇങ്ങനെ അവരെയും ഒരു പ്ലേസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചില ലോജിക്കൽ കോൾസും അല്ലെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കുമുണ്ടെങ്കിലും കാണുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. നല്ലൊരു ഫ്ലോ ഉള്ളൊരു മൂവി. സോ ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുള്ള ആ ഒരു മിതമായ പ്രതീക്ഷ വെച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു മൂവി തന്നെയാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.